ഹായ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? Yeah, I know. It's been too long that I posted a video because ഞാൻ കുറച്ച് നാളായിട്ട് കുറച്ചധികം ബിസി ആയി പോയതുകൊണ്ടാണ് ഒരു വീഡിയോസും പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. ബിക്കോസ് ഐ വാസ് ടു ബിസി ഇൻ ദ സെൻസ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും വന്നത് കാരണം ഞങ്ങൾ 4 പേരും സ്ലൊവേനിയയും അതിനടുത്തുള്ള രാജ്യങ്ങളും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും സ്ലൊവേനിയയുടെ ഭംഗി ഒരുപാട് അവരെ കാണിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ 3 മാസം എങ്ങനെ പോയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ബട്ട് നൗ അവർ പാരൻസ് ആർ ബാക്ക് ഇൻ ഇന്ത്യ. സോ എനിക്ക് ഒരുപാട് ടൈം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അന്നെടുത്ത കുറേ മെമ്മറീസിലൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് പോകാമല്ലോ എന്ന് കരുതി എല്ലാ വീഡിയോസും ഞാൻ ഓരോന്നായിട്ട് കണ്ട് ആസ്വദിച്ച് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവരുമായിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് ട്രിപ്പിൻ്റെ വീഡിയോ എൻ്റെ മനസ്സിലോട്ട് വന്നത്. യെസ്, വി ആർ ഗോയിങ് ടു ദ ഫേമസ് കേവ് ഇൻ സ്ലൊവേനിയ വിച്ച് ഇസ് കോൾഡ് ദ പുസ്തോയിന കേവ്. പുസ്തോയിന കേവ് എന്ന് പറയുന്നത് സ്ലൊവേനിയയുടെ വൺ ഓഫ് ദ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻസിലൊന്നായിട്ടുള്ളതാണ്. സ്ലൊവേനിയയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് കേവ് സിസ്റ്റം ആയിട്ടുള്ളതാണ് പുസ്തോയിന കേവ്. സോ സ്ലൊവേനിയയിൽ വരുന്നവരാരും ഈ പുസ്തോയിന കേവിനെ മിസ് ചെയ്യാറില്ല കേട്ടോ. സോ ഞങ്ങൾ ആദ്യം തന്നെ വിചാരിച്ചു ഈ ഒരു പുസ്തോയിന കേവിലോട്ടാവട്ടെ അച്ഛൻ്റെ അമ്മയുടെയും ഫസ്റ്റ് ട്രിപ്പെന്ന്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടി അവരും ആയിട്ട് ഒരുമിച്ച് ഞങ്ങൾ പുസ്തോയിന എത്തി. നോർമലി നമ്മൾ എപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ രാവിലെ ഇറങ്ങും, അതാകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം കിട്ടുമല്ലോ. ഈ പോകുന്നത് നല്ലൊരു സമ്മർ ടൈമിലായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു, ഇടയിൽ നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ അത് അത്യാവശ്യം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. കാരണം നല്ല ചൂടുണ്ട്, എന്നാലൊരു സുഖ തണുപ്പുണ്ട്. അതുകൊണ്ട് അവർക്കിത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ പുസ്തോയിന കേവിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഭാഗം. നമ്മുടെ കൂടെ നമ്മുടെ എവിൻകുട്ടനും എവക്കുട്ടി ഉണ്ടായിരുന്നു. എവിൻകുട്ടനാണെങ്കിൽ അച്ഛൻ്റെയും ചേട്ടൻ്റെയും കൂടെ ചാടി ഓടി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോൾ അവിടെ താഴെ റെസ്റ്റോറൻറ്റിൽ സ്ലൊവേനിയക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ഡിഷായിട്ടുള്ള പോർക്ക് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അതൊരു ഹോൾ പോർക്കാണ് കേട്ടോ. ഇവിടെ സ്ലൊവേനിയയിൽ ഒരു 80% ആൾക്കാർ നോൺ വെജ് കഴിക്കുന്നവരാണ്. അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും പോർക്കാണ് കേട്ടോ. അവരേറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ചിക്കനെക്കാട്ടിലും മറ്റെന്ത് മീറ്റിനെക്കാട്ടിലും പോർക്കായിരിക്കും. അപ്പോൾ അതൊരു ഹോൾ പോർക്കിനെ അവിടെ ഗ്രില്ല് ചെയ്യുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. എന്തൊരു ഇവൻറ്റോ ഫങ്ഷൻസോ വന്നാലും അവരുടെ ഏറ്റവും പ്രീമിയമായിട്ടുള്ളൊരു ഡിഷസിലൊന്നായിരിക്കും ഈ പോർക്ക് ഗ്രില്ല്. അങ്ങനെ ഞങ്ങളിത് നടന്ന് പുസ്തോയിന കേവിൻ്റെ എൻട്രൻസിലോട്ടെത്തി. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് എന്ന് പറയുന്നത് പെർ ഹെഡ് കേവ് കാണാൻ മാത്രമായിട്ട് 32 യൂറോസാണ് ഒരാൾക്ക് വരുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 3200 റുപ്പീസ് എന്ന് പറയാം, 3200 രൂപ. പക്ഷേ അത് കാണാനായിട്ടുള്ള വെർത്തായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനോടൊപ്പം നമുക്ക് ടിക്കറ്റ്സ് പുസ്തോയിന കേവിൻ്റെ മാത്രമായിട്ടല്ല, വേണമെങ്കിൽ അതിൻ്റെ അടുത്തുള്ള പ്രദ്യാമ കാസിൽ, ബട്ടർഫ്ലൈ ഗാർഡൻ അങ്ങനെ എല്ലാം കമ്പൈൻ ചെയ്തെടുക്കാം. പക്ഷെ ഞങ്ങൾ അതിന് മുന്നേ തന്നെ ഇതെല്ലാം കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ കേവാണ് നമ്മുടെ ഏറ്റവും മോസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ട് നമ്മൾ കേവിൻ്റെ മാത്രം ടിക്കറ്റ്സാണ് അന്ന് എടുത്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ഒരുപാട് സുവനീർ ഷോപ്പുകളുണ്ട്, ഒരുപാട് കാഫറ്റേരിയാസ് ഉണ്ട്, ഐസ്ക്രീം പാർലേഴ്സ് ഉണ്ട്, ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. പിന്നെ ഇതിനെല്ലാത്തിലും പോരാതെ കുറേ അധികം ടൂറിസ്റ്റുകളും ഉണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ. ഈ പുസ്തോയിന കേവിലോട്ട് നമ്മളൊരു ട്രെയിൻ മാർഗ്ഗമാണ് കേട്ടോ പോകുന്നത്. ഒരു 5 കിലോമീറ്റേഴ്സ് ജേർണിയാണ്. അതിൻ്റെ അകത്ത് 3.5 കിലോമീറ്റേഴ്സാണ് നമ്മൾ ട്രെയിനിൽ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളെല്ലാവരും ഗ്രൂപ്പായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ്, ഇറ്റാലിയൻ സ്പീക്കിംഗ്, ജർമ്മൻ സ്പീക്കിംഗ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ സ്പെഷ്യൽ ഗൈഡഡ് ആളുകളുണ്ടാവും അതൊക്കെ പറഞ്ഞു തരാൻ. അപ്പോൾ ഞങ്ങളിത് ഈ കാണുന്ന കുഞ്ഞ് മഞ്ഞ കളർ ട്രെയിൻ ഉണ്ടല്ലോ, ആ ട്രെയിനിലാണ് ഞങ്ങളകത്തോട്ട് പോകാൻ പോകുന്നത്. ഈ കേവിൻ്റെ അകത്ത് ത്രൂ ഔട്ട് ദ ഇയർ 10 ഡിഗ്രീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. സമ്മർ ആയാലും വിൻ്റർ ആയാലും 10 ഡിഗ്രി മാത്രമാണ് അതിൻ്റെ അകത്തെ ടെമ്പറേച്ചർ.
നമ്മളെപ്പോഴും അപ്പോൾ പുസ്തകത്തിന് പോകുമ്പോൾ ഒരു ജാക്കറ്റ് കരുതിയിരിക്കണം കേട്ടോ. കാരണം ജാക്കറ്റൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മൾ തണുത്ത് വിറയ്ക്കും. കാരണം 10 ഡിഗ്രി മാത്രമാണല്ലോ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നടക്കാനും ഉണ്ട്, അപ്പോൾ കൈയൊക്കെ നല്ല ഐസാവും. അപ്പോൾ ആ കേട്ടത് അച്ഛൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അച്ഛന് പെട്ടെന്ന് അതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ ഭയങ്കര സന്തോഷവും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇത് കാണുന്നതിൻ്റെ ഒക്കെ കൂടിയപ്പോൾ അച്ഛൻ ഭയങ്കരമായിട്ട് ആർത്ത് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ സ്ലൊവേനിയയിലെ ഈ പുസ്തകന കേവിൻ്റെ അത്ഭുതമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ലൊവേനിയയിലെ വൺ ഓഫ് ദ മേജർ കാസ്റ്റ് കേവ് എന്നാണ് പുസ്തകന കേവിനെ അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് കേവ് ഇൻ സ്ലൊവേനിയ. ഈ കേവിൻ്റെ അകത്തെ ഒരു ഡാൻസിങ് ഹാൾ എന്നറിയപ്പെടുന്നൊരു സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. ഈ പല്ല് പോലെ കൂർത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് മുനകൾ പോലെ ഇരിക്കുന്നത് എല്ലാം ഓറുകളാണ്. പല പല ലൈം സ്റ്റോൺ, അയൺ, മാംഗനീസ് എല്ലാത്തിൻ്റെ ഒരു വലിയ ശേഖരമാണ് ഈ പുസ്തകന കേവിൻ്റെ അകത്തുള്ളത്. ഇതിന് പിന്നിൽ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ആ ഹിസ്റ്ററിയിലോട്ട് നമുക്കൊന്ന് പോവാട്ടോ. ദ ക്വീൻ ഓഫ് ദ കേവ്സ് എന്നാണ് പുസ്തകന കേവിനെ അറിയപ്പെടുന്നത്. ഒരുപാട് മിസ്റ്ററീസ് ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു ഗുഹയാണ് ഈ പുസ്തകന കേവ്. അതുപോലെ തന്നെ ഒരുപാട് സ്പീഷീസും റെയറസ്റ്റ് ഓഫ് ദ റെയർ ആയിട്ടുള്ള സ്പീഷീസും ജീവിക്കുന്ന ഒരു സ്ഥലമാണ് പുസ്തകന കേവ്. അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ലോകത്തിലെ ആകെയുള്ള ഒരു പോസ്റ്റ് ഓഫീസ് which is situated inside the cave is at പുസ്തകന കേവ്. ലോകത്തിലെ ഗുഹയ്ക്കകത്തുള്ള ആകെയുള്ളൊരു പോസ്റ്റ് ഓഫീസ് അതിവിടെയാണ് കേട്ടോ. ബിഫോർ 1818 വെറും 800 മീറ്റർ മാത്രമായിരുന്നു ഈ ഗുഹയിലൂടെ സഞ്ചരിക്കാൻ പറ്റിയിരുന്നത്. അന്ന് ഈ ഒരു കാസ്റ്റ് ഫോർമേഷൻ ഒന്നും ആരും കണ്ടുപിടിച്ചിരുന്നില്ല. ഓസ്ട്രിയൻ എംപററിൻ്റെ ഒരു വിസിറ്റിന് വേണ്ടിയിട്ട് ലൂക്ക ചെച്ച് എന്ന് പറയുന്ന ഒരു ലാമ്പ് ലൈറ്റർ ഈ ഗുഹയ്ക്കുള്ളിൽ വർക്ക് ചെയ്തിരുന്നു. ഒരുപാട് ഗുഹകളെ പറ്റി ക്യൂരിയോസിറ്റി ഉള്ള ഒരാളായിരുന്നു ലൂക്ക ചെച്ച്. അതുകൊണ്ട് തന്നെ പുസ്തകന കേവിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ഒരു യാത്ര നടത്തി. അങ്ങനെ നടന്ന യാത്രയിൽ വർക്കേഴ്സ് അറിയാതെ അദ്ദേഹം ഒരു പാലം കടക്കുകയും അതുപോലെ ഒരു മുകളിലോട്ട് അദ്ദേഹം അള്ളിപ്പിടിച്ച് കയറുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ കാത്തിരുന്നത് ഒരു മഹാ അത്ഭുതമായിരുന്നു. ആദ്യം കാണുമ്പോൾ ഭയം തോന്നുമെങ്കിലും പിന്നീട് രസകരമായി തോന്നിയ അയൺ, മാംഗനീസ്, ലൈം സ്റ്റോൺ ഇവയുടെ എല്ലാത്തിൻ്റെയും ഓറുകളായിരുന്നു അദ്ദേഹം കണ്ടിരുന്നത്. കൂടുതൽ വ്യക്തമാകാൻ വേണ്ടി അവിടെ വെളിച്ചം കത്തിച്ചു നോക്കുകയും ആ സമയത്ത് തന്നെ ഇതിൻ്റെ ഓറുകളെല്ലാം കരിഞ്ഞു പോവുകയും ചെയ്തു. ഇന്നും അതുപോലെ തന്നെ ആ ഓറുകളെല്ലാം ആ വെളിച്ചം തട്ടിയ സ്ഥലം കറുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 1818 ഇത് കണ്ടുപിടിക്കുകയും അദ്ദേഹം പുറത്തു വന്ന് ഈ മഹാ അത്ഭുതത്തെപ്പറ്റി പുറത്തുള്ളവരോട് ഇതിനെപ്പറ്റി പറയുകയും ചെയ്തു. എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണിത്. നമ്മൾ എത്ര പറഞ്ഞാലും അതനുഭവിച്ചറിയാതെ അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. 1819 പിന്നീട് വിസിറ്റേഴ്സിന് വേണ്ടി ഈ ഗുഹ തുറന്നു കൊടുക്കുന്നത്. ഇപ്പോൾ 24 കിലോമീറ്ററോളം ഈ ഗുഹ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 24 കിലോമീറ്ററിൽ വെറും 5 കിലോമീറ്റർ മാത്രമാണ് സഞ്ചാരികൾക്ക് സഞ്ചരിക്കാനാവുന്നത്. അതിൽ 5 കിലോമീറ്ററിൽ 3.5 കിലോമീറ്റർ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. ദ റെസ്റ്റ് 1.5 കിലോമീറ്റർ നമ്മൾ നടന്നായിരിക്കും പോകുന്നത്. ആ നടപ്പാണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപാട് കയറ്റത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ ഓരോ കാസ്റ്റ് ഫോർമേഷൻസും നമുക്കവിടെ കാണാൻ പറ്റും. പലപ്പോഴും ഇതെന്നെ അത്ഭുതപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാസ്റ്റ് ഫോർമേഷൻസ് കാണുമ്പോൾ പല പല രൂപങ്ങളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ചില സമയത്ത് നമ്മുടെ പല്ലുകളുടെ വേരുകൾ പോലെ എനിക്ക് തോന്നാറുണ്ട്. ഒരേ സമയം ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ആശ്ചര്യവും അതുപോലെ പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള രൂപങ്ങളും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്.
ഈ കാസ്റ്റ് ഫോർമേഷൻസിലൊന്നും നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല കേട്ടോ. ബിക്കോസ് നമ്മുടെ കയ്യിലുള്ള മൈക്രോ ഓർഗാനിസംസ് അതിൻ്റെ ബോഡിയിൽ തട്ടുമ്പോൾ അതിൻ്റെ വളർച്ചേനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗൈഡ് എപ്പോഴും നമ്മളോട് പറയും അതിലൊന്നിലും ടച്ച് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഓരോ ഫോർമേഷൻസിനും ഒരുപാട് വർഷം എടുത്തിട്ടാണ് ഇത് വളരുന്നത്. ഒരു വർഷത്തിൽ 1 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഓരോ ഫോർമേഷൻ ഡെവലപ്പ് ആവുന്നത്. അതുപോലെ തന്നെ 10 വർഷം എടുത്തിട്ടാണ് 1 സെൻറ്റിമീറ്റർ നീളമെങ്കിലും ഈ കാസ്റ്റ് ഫോം ആവുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സ് പഴക്കമുള്ളതായിരിക്കും അല്ലേ? ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് ഗുഹകൾ ലോകത്തിൻ്റെ പല കോണുകളിലുമുണ്ട്. സ്ലൊവേനിയയിൽ പലയിടത്തായിട്ട് ഇതുപോലത്തെ ഗുഹകളോ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ തോന്നും വലിയ വലിയ മെഴുകുതിരികൾ കത്തിച്ചു വച്ചേക്കുന്ന പോലെ. ലൂക്ക ചെച്ച് ഇത് ഡിസ്കവർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ പറ്റി എവിടെയും പരാമർശിച്ചിട്ടില്ല. ചെച്ച് വെറും ഒരു ലാമ്പ് ലൈറ്ററും പൂർ ഒറിജിനുമായതുകൊണ്ടാകാം അദ്ദേഹത്തെ എവിടെയും അംഗീകരിക്കാതിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡിസ്കവറിയുടെ ക്രെഡിറ്റ് യോസിഫ് യെർഷനോവിച്ച് എന്ന് പറയുന്ന പൊസ്തോയിനിൻ്റെ ഡിസ്ട്രിക്ട് ട്രഷറർ ആയിരുന്ന ഒരാളുടെ പേരിലായിരുന്നു ചെച്ച് നടത്തിയ ഡിസ്കവറിയുടെ ക്രെഡിറ്റ് മൊത്തം പോയിരുന്നത്. പിന്നെ 1854 സ്ലൊവേനിയൻ കേവ്സിനെ പറ്റി പഠിക്കുന്ന ഷ്മിഡിൽസിൻ്റെ വർക്കിലാണ് ലൂക്ക ചെച്ചിൻ്റെ ഈ ഒരു ഡിസ്കവറിയെ പറ്റി നന്നായി പറഞ്ഞിട്ടുള്ളത്. അത് ലൂക്ക ചെച്ചിന് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. പൊസ്തോയ്ന കേവ് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമായിട്ട് തന്നെയായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത്. അമ്മ എപ്പോഴും പറയും ഇതൊക്കെ നമ്മുടെ ഈ ലോകത്തുള്ളതാണല്ലോ, ഇതൊക്കെ കാണാൻ കഴിയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിരുന്നു എന്ന്. അത് നമ്മുടെ അച്ഛനെയും അമ്മേനെയും കാണിക്കാൻ കഴിഞ്ഞത് അതിലും വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനത്തെ ലോകത്തിൻ്റെ ഓരോ മിസ്റ്ററീസും ഓരോ ഡിസ്കവറീസും എത്ര അത്ഭുതമുള്ളതാണല്ലേ. അങ്ങനെ കേവിലൂടെയുള്ള നടത്തം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. വേറൊരു കുഞ്ഞ് ടണൽ പോലെ അവരവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. The temperature inside of the Postojna cave is 10 degrees Celsius or 50 Fahrenheit throughout the entire year. And the other thing that is ഈ കാണുന്നതാണ് പൊസ്റ്റോയ്ന കേവിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് കാണുന്ന ഒരു കാസ്റ്റ് ഫോർമേഷൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ കേവിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു വലിയൊരു അത്ഭുതം എന്ന് തന്നെ പറയാം. അതാണ് ഹ്യൂമൻ ഫിഷ്. അതിൻ്റെ അടുത്തോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. It is one of the rarest of the rare species living in Postojna cave. ഹ്യൂമൻ ഫിഷ് എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻസിൻ്റെ സ്കിന്ന് പോലെയാണ് അവരുടെയും സ്കിന്ന് എന്നുള്ളത് കൊണ്ടാണ് അതിന് ആ ഒരു പേര് പറയുന്നത്. ശരിക്കും ഇതിന് ഓം എന്നാണ് പറയുന്നത് ഈ ഒരു ഫിഷിന്. ഡ്രാഗൺ ഫിഷ്, ടൈനി ഡ്രാഗൺസ് എന്നൊക്കെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു കേവിലെ റെയറസ്റ്റ് ഓഫ് ദ സ്പീഷീസ് ആയിട്ട് ഇന്നും അത് ജീവനോടെ നിലനിൽക്കുന്നു. അതിനെ നമ്മൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ് പോലും അവിടെ അതിൻ്റെ മേലിൽ പതിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം സൗണ്ടുകളൊന്നും ഉണ്ടാക്കാതെ അതിൻ്റെ അടുത്തോട്ട് പോകാൻ. ഇവയ്ക്ക് കണ്ണ് കാണില്ല, പക്ഷേ സൗണ്ട് നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 10 വർഷം വരെ ഒരു ഭക്ഷണവും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക തരം ജീവിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 100 വർഷം വരെ ഇത് ജീവിക്കും കേട്ടോ. 100 ഇയേഴ്സാണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ. അങ്ങനെ നടന്ന് ഹ്യൂമൻ ഫിഷിനെയൊക്കെ കണ്ട് ഞങ്ങളിതേ പൊസ്തോയ്ന കേവിൻ്റെ എൻഡിലോട്ടെത്തി. ഈ യാത്രയിൽ ഏറ്റവും അത്ഭുതകരമായി തോന്നിയ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇതിൻ്റെ അവസാനം ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. നമുക്കവിടുന്ന് ഇതുപോലെ കുട്ടി സുവനീഴ്സും കുട്ടി ഓരോ കല്ലുകളുടെ പല ഫോർമേഷൻസും
അതുപോലെ തന്നെ ഇഷ്ടമുള്ള സുവനീർസും ഒക്കെ വാങ്ങാം. ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് 2-3 സുവനീറൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്നും ട്രെയിൻ കയറാനായിട്ട് മുന്നോട്ട് നടന്നു. ഈ സമയം മനസ്സിലൂടെ പൊയ്ക്കൊണ്ടിരുന്നത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനായിരുന്നു. ബിക്കോസ് അച്ഛനെയും അമ്മേനെയും നമുക്ക് ഈ ഒരു അത്ഭുതം കാണിച്ചു കൊടുക്കാൻ പറ്റി. അവരുടെ ലൈഫിലെ ഏറ്റവും ചെറിഷ്ഡ് ആയിട്ടുള്ളൊരു മെമ്മറി ആയിരിക്കും ഈ പുസ്തകനെ കേവിലോട്ടുള്ള യാത്ര. ആ കാണുന്നതാണ് എവിൻകുട്ടനും എവക്കുട്ടിയും കേട്ടോ. അവരും ഫസ്റ്റ് ടൈമായിരുന്നു ഈ കേവ് വിസിറ്റ് ചെയ്തത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഇതിൻ്റെ ആംബിയൻസും ഈ ഒരു ട്രെയിൻ റൈഡും ഒക്കെ. ഈ കേവിൻ്റെ അകത്ത് തന്നെ ഒരുപാട് പാർട്ടീഷൻ ചെയ്ത് പല പല സ്ഥലങ്ങളായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കേവിൻ്റെ അകത്ത് വെഡ്ഡിങ്സ് നടക്കാറുണ്ട്, കോൺസേർട്ട്സ് നടക്കാറുണ്ട്, ഓരോരോ മീറ്റിങ്സും നടക്കാറുണ്ട്. അപ്പം ഓരോ ഹാളിനും അവർ ഓരോ പേരാണ് ഇട്ടിരിക്കുന്നത്. ഡാൻസിങ് ഹാൾ, മ്യൂസിക് ഹാൾ, അങ്ങനെ ഒരുപാട്. ക്രിസ്മസ് ടൈമിൽ ഈ കേവിൻ്റെ അകത്ത് വെച്ച് ഒരുപാട് പ്രോഗ്രാംസ് നടത്താറുണ്ട്. അതൊക്കെ പ്രീ ബുക്ക് ചെയ്യണം. നല്ല എക്സ്പെൻസീവാണ്. പക്ഷെ എന്നാലും അതിനു വേണ്ടി സെർച്ച് ചെയ്ത് വരുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഈ കണ്ടതാണ് നേരത്തെ പറഞ്ഞ ഡാൻസിങ് ഹാൾ. ഇവിടെയൊക്കെ വെച്ച് ഒരുപാട് കോൺസേർട്ട്സ് ഒക്കെ നടക്കാറുണ്ട്. കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നപ്പോൾ നമ്മളുടെ ഈ ഒരു ട്രിപ്പിൻ്റെ അവസാനത്തിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. കേവിൻ്റെ വെളിയിൽ ഇപ്പോഴും 20-25 ഡിഗ്രീസ് ഉണ്ട് കേട്ടോ. പക്ഷേ കേവിൻ്റെ അകത്ത് 10 ഡിഗ്രീസ് മാത്രമേ ഉള്ളൂ. നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഒട്ടും ക്ഷീണം നമുക്ക് തോന്നില്ല. നമ്മൾ അത്ര എനർജറ്റിക് ആയിട്ടായിരിക്കും കേവിലൂടെ നടന്നു നീങ്ങുന്നത്. വെളിയിൽ വന്നാൽ പിന്നെ നമുക്ക് ജാക്കറ്റ്സിൻ്റെ ആവശ്യമില്ല. അതെല്ലാം ഊരി നമ്മൾ നോർമൽ ഡ്രസ്സിലോട്ട് മാറി. തിരിച്ചു വന്നപ്പോൾ നമ്മുടെ പന്നിക്കുട്ടൻ ഇപ്പോഴും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്കും അച്ഛനും ഈ ഒരു കാഴ്ച ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കേട്ടോ. അവരിത് നേരിട്ട് കണ്ടിട്ടില്ല. ഇവിടെ വന്ന് പിന്നെ 2-3 തവണ ശീലമായി ഇത് കണ്ട്. എനിക്കും ചേട്ടനും കംപ്ലീറ്റ്ലി ഷുവറായിരുന്നു ഇത് ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തിലെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മെമ്മറി ആയിരിക്കുമെന്ന്. അവർക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾ 2 പേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.